കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിശ്രേഷ്ഠ ദൈവവചനവുമായി ദൈവസഭയുടെ മുമ്പിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് വലിയ സന്തോഷമാ, ആനന്ദമാ. ദൈവത്തിന്റെ വചനം ദൈവത്തിൽ നിന്ന് കേട്ടത് ദൈവജനത്തെ അറിയിക്കുക എന്നുള്ളത്. ആമേൻ. എല്ലാ നല്ല ദൈവദാസന്മാരും അവര് ചുരുക്കത്തിൽ പറഞ്ഞ ദേ ആർ ഇമ്പോർട്ടേഴ്സ്. ഇമ്പോർട്ട് ചെയ്യുന്നവർ. ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാന്ന് അറിയാമോ? ഇപ്പോ സിംഗപ്പൂരിൽ നിന്ന് സാധനം ഷിപ്പിൽ വന്നു, കൊച്ചിയിൽ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ദുബായിൽ വന്ന് ഇറക്കി. അങ്ങനെ ചെയ്യുന്നവരുടെ പേര് ഇമ്പോർട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്, ഇല്ലേ? എല്ലാ നല്ല ദേവദാസന്മാരും ഇമ്പോർട്ടേഴ്സ്. അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന് കൊച്ചിയിൽ എറണാകുളത്തും കൊടുക്കുന്നത് പോലെയല്ല. അത് ലോകത്തിന്റെ രീതിയാണ്. ലോകത്തിൽ നിന്ന് എടുത്ത് ലോകത്തിൽ കൊടുക്കുക. എന്നാൽ നമുക്ക് ലോകത്തിൽ നിന്ന് ധാരാളം പ്രാപിക്കാം. പക്ഷേ അത് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചാണെന്ന് ഉറപ്പാക്കണം. എന്നാൽ നമ്മൾ സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച ഈ ലോകത്ത് കൊടുക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ ആയിരിക്കണം. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാടെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേട്ട് അത് ലോകത്തിൽ റിലീസ് ചെയ്യുന്നവനായിരിക്കണം. ഇതാണ് ബൈബിളിന്റെ നിയമം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ പ്രിയരെ, വളരെ ശ്രദ്ധയോടുകൂടെ ചുരുങ്ങിയ നമ്മുടെ ഈ കാലയളവ് വളരെ ശ്രദ്ധയോടെ നാം ഓടിയാൽ നമുക്ക് നല്ലത്. അല്ല എങ്കിൽ നമുക്ക് നല്ലതല്ല. വളരെ ശ്രദ്ധയോടെ നാം ഓടുവാനായിട്ട് ഇടയായി. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് ഓരോ സ്ഥലങ്ങളിലും ഉപയോഗിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ പലപ്പോഴും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മൈക്കിലൂടെ അവർ ജനത്തോട് പറയും, തുടർന്ന് കർത്താവിന്റെ അഭിഷിക്തനെ ദൈവവചനത്തിനായി ക്ഷണിക്കുന്നു. വളരെ നല്ല ഒരു പ്രയോഗമാണ്. നമ്മൾക്കും ഒരല്പ സന്തോഷക്കകത്ത് തോന്നുന്ന ഒരു പ്രയോഗമാണ്. പക്ഷേ പ്രിയരെ, സാഡ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ അഭിഷിക്തനായതുകൊണ്ടൊന്നും നമ്മൾ സ്വർഗരാജ്യം അവകാശമാകത്തില്ല. സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ കുഞ്ഞെ, ഞാനും നിങ്ങൾ ഒരു ആത്മീയനാണ്. എനിക്ക് വ്യത്യാസം മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അഭിഷിക്തന്മാരെ ലോകം ബഹുമാനിക്കും. അഭിഷിക്തന്മാർക്ക് ലോകത്തിലെ പല ക്രമീകരണങ്ങളും ജനത്തെ ഇംപ്രസ് ചെയ്തത് മൂലം ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. പക്ഷെ അതുകൊണ്ട് നിർബന്ധമില്ല അവർക്ക് സ്വർഗം ലഭിക്കണമെന്ന്. ഇന്ന് കർത്താവ് അന്വേഷിക്കുന്നത് ആത്മീയരായ അഭിഷിക്തന്മാരെയാണ്. ശ്രദ്ധിക്കുക, ഒരഭിഷിക്തൻ ഒരിക്കലും ഒരു ആത്മീയനാകണമെന്ന് നിർബന്ധമില്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജഡ്ജ്മെന്റിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഭിഷിക്തന്മാരാകുന്നത് എപ്പോഴാ? അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരികയും അത്ഭുത വീര്യപ്രവർത്തികൾ അവരിലൂടെ സംഭവിക്കുകയും ചെയ്യുമ്പോൾ ജനം മനസ്സിലാക്കി ഇവർ അഭിഷിക്തന്മാരാ.
കർത്താവ് യേശുക്രിസ്തുവിന്റെ ന്യായവിധി ഒരു സാമ്പിൾ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഭാഗത്ത് തള്ളപ്പെട്ടു പോകുന്നത് അഭിഷിക്തന്മാരാണ്. അവർ പറയുന്നത് നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പ്രവചിച്ചു. പക്ഷെ കർത്താവ് അവരോട് എന്താ പറഞ്ഞെന്നറിയാമോ? എന്താ പറഞ്ഞേ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അപ്പൊ അവർ അഭിഷിക്തരാണെങ്കിൽ അവരാരല്ല? ആത്മീയരല്ല. സോറി, അവരഭിഷിക്തരാണെങ്കിലും അവരാത്മീയരല്ല. കർത്താവിന്റെ ദൃഷ്ടിയിൽ അവരെന്ത് ചെയ്യുന്നവരാ? അധർമ്മം പ്രവർത്തിക്കുന്നവരാ. അവരുടെ ദൃഷ്ടിയിൽ അവരെന്ത് ചെയ്യുന്നവരാ? ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തിനു വേണ്ടി ഓടുന്നവരും അത്ഭുതങ്ങൾ ചെയ്യുന്നവരും ആരുടെ ദൃഷ്ടിയിൽ? അവരവരുടെ ദൃഷ്ടിയിൽ. പ്രിയരെ, ഇന്ന് നമ്മളുടെ ദൃഷ്ടിയിൽ നമ്മൾ ആരെന്നുള്ളതല്ല പ്രാധാന്യം. ആമേൻ. ഇന്ന് നമ്മളുടെ ദൃഷ്ടിയിൽ നമ്മൾ ആരെന്നുള്ളതല്ല പ്രാധാന്യം. പകരം ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളതാ പ്രാധാന്യം. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി. അതാണ് നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനായിട്ട് ഇടയാകുന്നത്. അഭിഷിക്തനാകുന്നത് നല്ലത് തന്നെയാ. പക്ഷെ ആത്മീയനാകാതെ കുഞ്ഞേ ഞാൻ നിങ്ങൾ അഭിഷിക്തരായിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. ശക്തി കിട്ടുന്നതൊക്കെ നല്ലതാ. ശക്തിക്ക് പുറകെയല്ല ഈ നാളുകളിൽ ഓടേണ്ടേ. ശക്തി ദൈവം തരുന്നത് നല്ലതാ, അതിനുവേണ്ടി ആഗ്രഹിക്കാം. പക്ഷെ അതിനുപരി ഒരാത്മീയനാകുവാൻ നമുക്ക് ദൈവം ശരണപ്പെടാം. കാരണം നിങ്ങൾ ചോദിക്കുക എന്താണ് ആത്മീയൻ എന്നൊക്കെ ചോദിക്കും. ഇന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ മഹത്വമേറിയ വചനം നിങ്ങൾ ആഴത്തിൽ കുഴിച്ച പാറമേൽ അടിസ്ഥാനമല്ലാതെ വീട് പണിതാൽ അത് ഒഴുകിപ്പോകും. ഇന്ന് ഞാൻ അതിന്റെ ഒരു ദൃശ്യം ഞാൻ കാണുവാനായിട്ടിടയായി. ഇന്ന് വൈകിട്ട് ഡൽഹിയുടെ അടുത്ത പ്രദേശത്ത് വളരെ ശക്തമായ മഴ പെയ്യുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ മഴവെള്ളം ഒഴുകി ഇങ്ങ വന്നു. ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷേത്രം, ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്ക് മഴവെള്ളം ഒലിച്ചിങ്ങനെ വന്നിട്ട് ഇത് പോയി ഒരല്പസമയത്തിനുള്ളിൽ, ഒരു വിത്തിൻ 1 മിനിറ്റ് ഇല്ല, അതിന്റെ ഉള്ളിൽ ഈ മണ്ണ്, ഈ ക്ഷേത്രത്തിന്റെ അടിയിലുള്ള മണ്ണ് മുഴുവൻ ഈ വെള്ളം അങ്ങ് ചെകഞ്ഞങ്ങ് എടുക്കുകയും ക്ഷേത്രം തല കീഴായി മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീണു. ക്ഷേത്രം ഒഴുകി പോവുക. ഹല്ലേലൂയ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫൗണ്ടേഷനിൽ പണിതില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഇങ്ങനെ തന്നെയാണെന്ന് കർത്താവ് യേശു പറയുന്നു. മരണം എന്ന കൊടുങ്കാറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളിലെ കൊടുങ്കാറ്റുകളിൽ ആളുകൾ ആടി ഉലയുകയാണ്. ഇവർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഏതോ ആവശ്യത്തിന്, കഴിഞ്ഞ മൺഡേ അതോ മറ്റേതൊരു ദിവസമോ, കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങൾ ഒരു വീട് വിസിറ്റ് ശേഷം ഞാൻ വൈഫുണ്ട്, ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ പണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കാണുവാനായിട്ടിടയായി. സിഗ്നലില്ല, 2 വണ്ടി സിഗ്നലില്ല. അദ്ദേഹം ഹോൺ അടിച്ചു. ഞങ്ങൾ ഗ്ലാസ് താത്തി. ഉടനെ തന്നെ അദ്ദേഹം സംസാരിക്കുവാനായിട്ടിടയായി, വളരെ പരിഭവത്തിൽ. എന്നാലും ദൈവം എന്നോട് ചെയ്തല്ലോ, ഞാൻ സങ്കടപ്പെടുവാൻ വേണ്ടി മാത്രമുള്ള വ്യക്തി, ഞാൻ കരയാൻ വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിലിരുന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്ന ആദരത്തിലൂടെ പൊട്ടിപ്പുറപ്പെടുക. ദൈവം എന്നോട് എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ, ഞങ്ങൾ എത്രത്തോളം സഹായിച്ചു, അല്ലെങ്കിൽ നല്ലവർക്കാ പ്രശ്നങ്ങളൊക്കെ വരത്തുള്ളൂ, നിങ്ങളൊക്കെ അത് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഏതോ ഒരു കുറ്റക്കാരൻ എന്ന പോലെ ഇദ്ദേഹം പ്രതിനിധീകരിക്കുക. എനിക്ക് കഴിഞ്ഞകാല സംഭവങ്ങളിലൂടെ ഇത് മനസ്സിലായത്, അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന്
അദ്ദേഹം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു രോഗം വന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി. തുടർന്ന് അതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ അദ്ദേഹം പ്രകടിപ്പിക്കുക. അദ്ദേഹം ജീവിച്ചത് ആ സംസാരത്തിൽ നിന്നറിയാം, ഭാര്യയിൽ വലിയ ആശ്രയം വെച്ചുകൊണ്ടാണ്. മനുഷ്യമായ നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം നമ്മൾ ഇവിടേക്ക് ജീവിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ അപകടം. നമ്മളിവിടെ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാകുമ്പോൾ, ബൈബിളിലെ ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഇല്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ മറ്റുള്ളവരൊക്കെ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വെറും വിഡ്ഢികളാണ്. നമ്മൾ പോലും നമ്മുടെ സ്വന്തമല്ല, പിന്നെ എങ്ങനെയാ മറ്റുള്ളവർ നമ്മുടെ സ്വന്തമാണ്? നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ സ്വന്തമാണെന്നാണ്. ആ ചിന്ത തന്നെ ആദ്യം വിടുക. നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ ഉടയവൻ ദൈവമാണ്. പിന്നെ എങ്ങനെയാ നമുക്കുള്ളതൊക്കെ നമ്മുടെ സ്വന്തമാണ്? നമുക്കുള്ള ഒന്നും നമ്മുടേതല്ല. ദൈവം അല്പകാലത്തേക്ക് ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തന്നതാ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഈ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് വൈഫ് തന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ തന്നിട്ടുണ്ട്, ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അല്പകാലങ്ങൾ ഇവരെ ഒന്ന് ബിൽഡ് ചെയ്യുവാനുള്ള റിസോഴ്സ് ദൈവം എന്റെ കൈ തരുമ്പോൾ അത് ഉപയോഗിച്ച് ഇവരെ ബിൽഡ് ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലോ എനിക്ക് കർത്താവ് തന്നിട്ടുള്ളവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാനും സ്വർഗത്തിലെ ദൈവത്തിന് അധികാരമുണ്ട്. ദൈവം ഇതെല്ലാം ചെയ്യുന്നത് ദൈവത്തിന്റെ പർപ്പസ് നിവർത്തിക്കാനാണ്, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാനാണ്. നമ്മളുടെ പ്രശ്നം, ദൈവത്തിന്റെ ഇഷ്ടം വിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലേക്ക് തിരിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴോ ഒരു വ്യക്തി നിരാശനാകണമെന്ന് അറിയാമോ? തന്റെ സ്വപ്നം നടക്കാതിരിക്കുന്നു. ആമേൻ. തന്റെ സ്വപ്നം നടക്കാതിരിക്കുമ്പോൾ ഒരു വ്യക്തി നിരാശനാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഇതെല്ലാം ചെയ്യണം എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ഇഷ്ടം നടക്കുവാനാണ്. സ്വർഗം ആർക്ക് വേണ്ടിയുള്ളതാണെന്നറിയാമോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. മറക്കരുത്. അടിസ്ഥാനം ഇല്ല എങ്കിൽ നമ്മൾ വീഴും. ഇന്നത്തെ സഭയുടെ, ക്രിസ്തീയ സഭയുടെ അവസ്ഥകളിലേക്ക് നോക്കുമ്പോൾ ഭൂരിഭാഗത്തും കാണാൻ കഴിയുന്ന അടിസ്ഥാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സഭ. അടിസ്ഥാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സഭ. ദൈവത്തിൽ നന്മ അനുഭവിക്കണൊക്കെ നല്ലതാ, ദൈവത്തിൽ നിന്ന് സൗഖ്യം കിട്ടുന്നൊക്കെ നല്ലതാ. പക്ഷേ സൗഖ്യം കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും ഇതേ വ്യക്തി ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവത്തെ ശപിക്കുകയും ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും, ആരാ കുഞ്ഞിനെ തന്നേ? ആ കുഞ്ഞിവിടുന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവത്തെ ശപിക്കുകയും. ഇതൊക്കെ ദൈവത്തിന്റെ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമുക്ക് എന്തിവിടെ തന്നാലും അത് നാം വിശ്വസ്തരായിരിക്കുക. തുടർന്നൊരു വലിയൊരു പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നാം കയറി നാം അത് പ്രാപിക്കുവാൻ നമ്മളിന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെടുക. ഈ നാളുകളിൽ നമ്മളെ തെറ്റിച്ച് കളയുവാൻ, നമ്മുടെ ചിന്ത, നമ്മുടെ സമയം എല്ലാം തെറ്റിച്ച് ലോകത്തിലേക്കാക്കി മാത്രം വെക്കുവാൻ ശ്രമിക്കുന്ന ശക്തിയെ, ദുഷ്ട പൈശാചിക ശക്തിയെ പരാജയപ്പെടുത്തുന്നവരായിരിക്കണം നമ്മൾ. എങ്ങനെ? ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചു. ഇതിന് പറഞ്ഞ പരിജ്ഞാനമില്ലാത്തതിനാലാണ് എന്റെ ജനം നശിച്ചു പോകുന്നത്. ബേസിക്കായിട്ട് ദൈവം തന്ന ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ആർക്കൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ആവശ്യമുണ്ട്. ഇത് ദൈവത്തിന്റെ ആത്മാവിന്, എന്റെ കൂടെയുള്ള ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. ഗ്ലോറി. പ്രിയരെ, ഇന്ന് നാം മനസ്സിലാക്കുവാൻ, ആഴത്തിൽ മനസ്സിലാക്കുവാൻ പോകുന്നത് ദൈവരാജ്യവും എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട്
ദൈവരാജ്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നാം ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. The core of the Bible. The core. കേന്ദ്രബിന്ദു, മനുഷ്യനെ സംബന്ധിച്ചുള്ള കേന്ദ്രബിന്ദു. ഇത് നാം മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമുക്ക് അടിസ്ഥാനമില്ല. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ്? ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ്? ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ഐസ്? നിങ്ങളുടെ കണ്ണിന്റെ ഉദ്ദേശം എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലെഗ്? നിങ്ങളുടെ കാലിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശമറിയാതെ ഒരു കാര്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ നാം അതിനെ അബ്യൂസ് ചെയ്യപ്പെടുക, അതിനെ മിസ്യൂസ് ചെയ്യാനൊക്കെ ഇടയാകും. സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളെ, നിങ്ങളോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനാ പഴയ നിയമത്തിന്റെ ഉദ്ദേശം എന്താ? പഴയ നിയമത്തിന്റെ പേര് ന്യായപ്രമാണം എന്നാണോ ഉദ്ദേശിച്ച് ചോദിച്ചേ? അല്ല, ഈശ്വരാർക്കെങ്കിലും അറിയാമോ പഴയ നിയമത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇനി പുതിയ നിയമത്തിന്റെ ഉദ്ദേശം എന്താ? പാടുക, കൈയടിക്കുക, ഒരു പ്രമോഷനോ ഒരു ജോലിയോ ഒരു ഓഫീസൊക്കെയോ കിട്ടിയാൽ സാക്ഷ്യം പറയുക, തിരിച്ച് അതിന്റെ എതിര് സംഭവിച്ചാൽ അകത്ത് ദൈവത്തിനെതിരെ പിറുപിറുക്കുക, ദൈവത്തെ കുറ്റം പറയുക, ചാകുക. ഇതല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണേ. പ്രിയർ, ഇത് മനസ്സിലാക്കാതെ നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാറ്റ് വരുമ്പോൾ, വെള്ളം പാച്ചിൽ വരുമ്പോൾ വീഴും. ആമേൻ, ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം. പഴയ നിയമത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ന്യായപ്രമാണം കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രിവെന്റ് സിൻ, പാപത്തെ തടുക്കുക. ആമേൻ. പാപത്തെ തടുക്കാനാ, പാപത്തെ തടുക്കാനാണ് ന്യായപ്രമാണം കൊടുത്തത്. ഗലാത്യ ലേഖനം 3-19 പഴയ നിയമത്തിന്റെ ഉദ്ദേശം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പഴയ നിയമത്തിൻ്റെതായ ഉദ്ദേശം? എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. അത് ലംഘനങ്ങൾ നിമിത്തം. കാരണം ഒരു മേജർ കാര്യം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിപ്പോൾ നടക്കുന്നില്ല. അത് നടക്കുവാൻ തക്കോണമുള്ള ആള് ഭൂമിയിലേക്ക് വരുന്നത് വരെ പാപങ്ങളെ തടുക്കുവാൻ ഇതാ ഞാനൊരു സിസ്റ്റം ആവിഷ്കരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, എന്റെ ഉദ്ദേശം, ആ വാക്യം പാരഫ്രൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നേ, എന്റെ ഉദ്ദേശം മക്കളെ ഇതല്ല, എന്നാൽ എന്റെ ഉദ്ദേശം നടത്തുവാൻ ഒരു വാഗ്ദത്ത സന്തതി ഞാൻ അയക്കും. ആ സന്തതി ഇതുവരെ വന്നിട്ടില്ല. ആ സന്തതി വരുവോളം, വരുന്നതുവരെ പാപങ്ങളെ തടുക്കുവാൻ ഇതാ ഞാൻ മറ്റൊരു സിസ്റ്റം ആവിഷ്കരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. ഞാൻ മറ്റൊരു സിസ്റ്റം ആവിഷ്കരിക്കുകയാണ്. വാഗ്ദത്ത സന്തതി വരുവോളം പാപങ്ങൾ നിമിത്തം, ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ ന്യായപ്രമാണം. ആമേൻ. പഴയ നിയമം എന്തിനാന്ന് മനസ്സിലായി പോകും. എന്തിനാ? ടു പ്രിവെന്റ് സിൻ. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി. പക്ഷെ ഇതാണോ ദൈവത്തിന്റെ ഉദ്ദേശം? ആ വാക്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ആമേൻ. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം പാപങ്ങളെ തടുക്കുക. പക്ഷെ അതാണോ ദൈവത്തിന്റെ ഉദ്ദേശം? ദൈവം പറയുന്നു വാഗ്ദത്ത സന്തതി വരുവോളാം. അപ്പൊ എന്റെ ഉദ്ദേശം അതല്ല. എന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം അത്
അല്ല. വാഗ്ദത്ത സന്തതി വരുവോളും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ഇന്ന് പഴയ നിയമം പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ ബലം? മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിന്റെ ഉദ്ദേശം എന്തുവാ? ടു പ്രിവെന്റ് സിൻ. എപ്പോ വരെ? വാഗ്ദത്ത സന്തതി വരുവോളോ. പക്ഷെ ഇന്നും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനവും അതിന്റെ പുറകിലുള്ളതും ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പഴയ ഓൾഡ് സിലബസ് അടിച്ചുകൊണ്ടിരിക്കുക ഇന്നും. മനസ്സിലായോ? മനുഷ്യന്റെ അറിവില്ലായ്മ കാണുന്നുണ്ടോ? ഓൾഡ് സിലബസ് പഠിച്ചുകൊണ്ടിരിക്കണേ. ദൈവത്തിന്റെ ഉദ്ദേശം ഇതല്ല, വാഗ്ദത്ത സന്തതി വരുവോളം. അതായത് എന്റെ ഉദ്ദേശം ഇതല്ല. പക്ഷേ ഇപ്പോൾ പാപങ്ങളെ തടുക്കുവാൻ ഞാനൊരു സിസ്റ്റം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. എപ്പോ വരെ? എന്റെ സിസ്റ്റം ആവിഷ്കരിക്കുവാൻ ഒരുത്തനെ ഞാൻ അയക്കും, വാഗ്ദത്ത സന്തതി ഞാൻ അയക്കും. അന്ന് വരെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തന്നെ മനസ്സിലായല്ലോ, ന്യൂ ടെസ്റ്റ്മെന്റ് ഉദ്ദേശം അതല്ല. പാപങ്ങളെ ചുമ്മാ തടുക്കുകയല്ല ന്യൂ ടെസ്റ്റ്മെന്റ് ഉദ്ദേശം. ഹല്ലേലൂയ. ടോട്ടലി ഡിഫറൻസ്. ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുമ്പോൾ ദൈവം തന്റെ പർപ്പസിലേക്ക് വരുന്നത്. ദൈവത്തിന്റെ പർപ്പസ് എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങേണ്ടത് അടിസ്ഥാനത്തിലേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം അടിസ്ഥാനങ്ങളുടെ അധ്യായമാണ്. ഈ അടിസ്ഥാനങ്ങളുടെ അധ്യായങ്ങളാണ്. Genesis chapter 1 and 2 is the books of foundations. അടിസ്ഥാനങ്ങളുടെ അധ്യായം. അതിൽ 1-ാം അധ്യായം 26-ാം വാക്യം, chapter 1 verse 26 very clearly mentioned about what is the purpose of God's recreation. ദൈവം ഇതെല്ലാം പുനഃസൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗോഡ് ഹെഡ് പരസ്പരം ഡിസ്കസ് ചെയ്യുകയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, വായിച്ചട്ടെ ആ ഭാഗം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള ഗോഡ് ഹെഡ് പരസ്പരം സംസാരിക്കുകയാണ്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഗോഡ് ഈസ് ഓൺ എ പ്രൊജക്ട്. ദൈവം ഒരു പ്രൊജക്ട് ചെയ്യുകയാണ്. നാം നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യരെ ഉണ്ടാക്കുക. ഇത് ആരോടാ പറയുന്നത്? മനുഷ്യനോടാണോ? അല്ല. ദൈവം, ഗോഡ് ഹെഡ് പരസ്പരം സംസാരിക്കുക, നാം ഉണ്ടാക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രവൃത്തിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേരുമുണ്ട്. ഈ പ്രൊജക്ട് ചെയ്യാൻ. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മീൻസ് നമുക്ക് ദൈവപുത്രന്മാരെ ഉണ്ടാക്കാം. അപ്പോ ദൈവത്തിന്റെ ലക്ഷ്യം മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സോൾ ബീയിങ്സ്, സ്പിരിറ്റ് ബീയിങ്സ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. ഹല്ലേലൂയ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, മൃഗം എന്ന് പറഞ്ഞാൽ നോർമലി ഫ്ലഷ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സോൾ. ദൈവം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്. സൺസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ബീയിങ്സ്. സോ സിമ്പിൾ when the Holy Spirit works in our life. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ മനസ്സിലാക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കടുകെട്ടിയായിട്ട് മനുഷ്യൻ. ആമേൻ, ഹല്ലേലൂയ. മൃഗം ജീവിക്കുന്നത് കാഴ്ചയാണ്. മനുഷ്യൻ ജീവിക്കേണ്ടത് റെവലേഷനാണ്, വെളിപ്പാടിനാണ്, ദൈവത്തിനുള്ള വെളിപ്പാടിനാണ്. എന്നാൽ ജീവിക്കുന്നത് കാഴ്ചയാൽ. മൃഗത്തിന്റെ അതേ സ്റ്റൈലായി ഇന്ന് മനുഷ്യന്. കർത്താവിന്റെ വചനം പറഞ്ഞു, മാനത്തോടെ നിന്നെ സൃഷ്ടിച്ചതാ, നീ വിവേകശൂന്യനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനാണ്. ഹല്ലേലൂയ. ഇന്ന് ജീവിക്കുന്ന ലെവലായി പറഞ്ഞു. സ്പിരിറ്റ് ബീയിങ്സ് അവര് മൂവ് ചെയ്യുന്നത് ബൈ ട്രൂത്ത്, സത്യത്തെ. സത്യം എന്ന് പറഞ്ഞാൽ നിന്റെ വചനമല്ലോ സത്യം. എന്താ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഈ സത്യം നമ്മുടെ മനസ്സിൽ വെളിപ്പെട്ട് കിട്ടുന്നതാണ് വെളിപ്പാട്.
ആമേൻ. ഹല്ലേലൂയ. അപ്പോ സോൾ ബീയിങ്സ്, സ്പിരിറ്റ് ബീയിങ്സ് ആവുവാൻ ഉൽപ്പത്തി 2:7 പറയുന്നു, ആദം, ഒന്നാം മനുഷ്യനെ ആദം ജീവനുള്ള ദേഹിയായി തോന്നുന്നു. ഹി ബിക്കം എ ലീവിംഗ് സോൾ. ആ ലീവിംഗ് സോള് ഒരു സ്പിരിറ്റ് തലത്തിലേക്ക് ഉയരുക, എന്നേക്കും ജീവിക്കുക. എപ്പോ? ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ അവരെന്നേക്കും ജീവിക്കുവാനിട. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗോഡ്. ആമേൻ. ഓ പറയണോ, പഴയ നിയമത്തിന്റെ കാര്യം പറയാം. വാഗ്ദത്ത സന്തതി വരുവോളം. വാഗ്ദത്ത സന്തതി എന്തിനാ വരുന്നേ? എന്റെ ആഗ്രഹം നിവർത്തിക്കാനാ. എന്താണ് എനിക്ക് വേണ്ടത്? നമുക്ക് മനുഷ്യപുത്രന്മാരെ ഉണ്ടാക്കാം. അവരെങ്ങനെയുള്ളവരായിരിക്കണം? നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലുമായിരിക്കണം അവരായിരിക്കേണ്ടത്. പക്ഷെ ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ സാദൃശ്യവും സ്വരൂപവും കൊടുത്തുവെങ്കിൽ ഒപ്പത്തിനൊപ്പമല്ല സൃഷ്ടിച്ചത്. 8-ാം സങ്കീർത്തനം പറയുകയാണ്, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് അവരെ ഉണ്ടാക്കിയത്. മനസ്സിലായോ? കാരണം ദൈവം സ്പിരിറ്റ് ലെവലാണെങ്കിൽ മനുഷ്യപുത്രന്മാർ ഏത് ലെവലാ? സോൾ ലെവലിലാ. മനസ്സിലായോ? ഈ സോൾ ലെവലിലായുള്ള മനുഷ്യപുത്രന്മാർ ഏതിലേക്ക് കടന്നു വരണം? ദൈവത്തിന്റെ ആഗ്രഹം സ്പിരിറ്റ് ലെവലിലേക്ക് കടന്നു വരണം. സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോ സ്പിരിറ്റ് ലെവലായി. ഹല്ലേലൂയ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആര്? ദൈവപുത്രനായ യേശുക്രിസ്തു. ഹല്ലേലൂയ. നാം അവനെ, ആരെ? ആത്മാവാകുന്ന കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകയാൽ. അപ്പൊ ഇന്ന് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇന്ന് ജഡത്തിലിരിക്കുക. കർത്താവ് ആത്മാവാ. താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയാൽ നാം അവനോട് ഡാഷാകും, സദൃശ്യരാകും. അപ്പൊ നാം ഏത് ജീവികളായിട്ട് മാറും? ആത്മജീവികളായി. ആമേൻ. സൺസ് ഓഫ് ഗോഡ് ആയി മാനിഫെസ്റ്റ്. 1 ജോൺ ചാപ്റ്റർ 3 ആയി പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. യേശുവിനോട് ഇന്ന് ഏതിനു പറയുന്നത്? കർത്താവ് ആത്മാവാകുന്നു. അപ്പൊ അതിനു മുമ്പോ കർത്താവ് ആത്മാവല്ല. കർത്താവ് തൻ പുത്രന്മാർ ജഡരക്തങ്ങളോടുകൂടെയുള്ളവരാകയാൽ അവനും ജഡരക്തങ്ങളോടുകൂടെയുള്ളവനായി. അപ്പൊ ജഡരക്തങ്ങൾക്ക് എന്താ പ്രശ്നം? ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പിന്നെ താൻ എന്ത് ചെയ്തു? താൻ മരിച്ചു. ജഡരക്തത്തിൽ മരിച്ചു, ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ കർത്താവ് ആത്മാവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഇതേ രൂപത്തിൽ നമ്മളും കടന്നു വരാൻ പോവുകയാണ്. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രിയരെ, നാം മറക്കരുത്, ഓൾഡ് ടെസ്റ്റ്മെന്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈസ് ഓൺലി ടു മിയർലി ടു പ്രിവെന്റ് ദ സിൻ. പാപങ്ങളെ ജസ്റ്റ് തടുക്കുക മാത്രം. എപ്പോ വരെ? വാഗ്ദത്ത സന്തതി ഒന്ന് മെയിൻ പർപ്പസിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് വരെ. ഇല്ലേ? നമ്മൾക്ക് ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോ നമ്മൾ ആദ്യം എല്ലാ ബ്രെഡോ ഇഷ്ടോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട്, ഈ ചില പിള്ളേരുണ്ട് ഇതാ കണ്ടു കഴിഞ്ഞാൽ വലിച്ചങ്ങ് തിന്നും. അപ്പൊ അമ്മ എന്തു പറയും? എടാ മക്കളെ, മെയിൻ കോഴ്സ് വരുന്നതേ ഉള്ളൂ, നീ ഒന്ന് അടങ്ങ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പഴയതിനെ കുറിച്ച് ദാറ്റ്സ് ഓൺലി ടു പ്രിവെന്റ് സിൻ. അത് പാപങ്ങളെ ഒന്ന് തടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. മെയിൻ കോഴ്സ് വരാൻ പോവുകയാ. ഇവിടെ മെയിൻ കോഴ്സ് വന്നിട്ട് ജനം അവിടെയിട്ട് അറിയണം. ആമേൻ. ഹല്ലേലൂയ. മെയിൻ കോഴ്സ് വന്നിട്ടും പഴയതിലിട്ട് പിടിച്ചോണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ഈ മെയിൻ കോഴ്സ് വാഗ്ദത്ത സന്തതി വന്നിട്ട്, ആ വാഗ്ദത്ത സന്തതിയുടെ ഉദ്ദേശം എന്തിനാണെന്നറിയാമോ? വാഗ്ദത്ത സന്തതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആലോചിച്ച കാര്യം നിവൃത്തിയാക്കുകയാണ് പുത്രൻ ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, പുതിയ നിയമത്തിന്റെ പർപ്പസ്, ഉദ്ദേശം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ് ഒരു തർക്കത്തിന്റെ നടുവിൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തർക്കത്തിന്റെ നടുവിൽ വിശുദ്ധ പൗലോസ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഗലാത്യയിൽ താൻ സ്ഥാപിച്ച സഭ, താൻ സ്ഥാപിച്ചങ്ങൾ പോകുന്നതിന് ശേഷം
അവിടെ യഹൂദ ക്രിസ്ത്യാനികൾ ഇവിടെ യഹൂദന്മാരും കൂടി കയറി. കാരണം യഹൂദന്മാരുടെ ഭാഗത്ത് ധാരാളം ക്രിസ്ത്യാനികൾ വന്നു, ജാതികളുടെ ഭാഗത്തൊന്നും വന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കമായി. അവസാനം യഹൂദ ക്രിസ്ത്യാനികൾ പറഞ്ഞു പരിച്ഛേദനം കഴിച്ചേ പറ്റൂ. ജാതികളുടെ ക്രിസ്ത്യാനികളിൽ തങ്ങൾ കേട്ട പ്രകാരം അതിന്റെ ആവശ്യമില്ല. അപ്പോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കമായി. അപ്പോ പൗലോസ് ദൂരെ നിന്ന് ഇവർക്ക് ലെറ്റർ എഴുതുകയാണ്. അതാണ് ഗലാത്യ ലേഖനം. ഇവരെ വഴക്ക് പറഞ്ഞുകൊണ്ട്, ശാസിച്ചുകൊണ്ട്, പഴയ നിയമവും അതായത് ന്യായപ്രമാണവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയിച്ചുകൊണ്ട് ലെറ്റർ എഴുതുകയാണ്. അതില് പറഞ്ഞു വന്ന് അവരെ ശരിക്കും ശാസിക്കുക. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ആരാണ് ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? അപ്പൊ അവിടെ റിയൽ പ്രശ്നം നടക്കുകയാ. എന്നിട്ട് അതിന്റെ അവസാനം, ഗലാത്യ ലേഖനത്തിന്റെ അവസാനം അദ്ദേഹം കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത്, ആ ഗലാത്യ ലേഖനത്തിൽ തന്നെയാണ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം പറയുന്നത്. നിങ്ങൾക്കറിയാലോ, 3-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിച്ചു. ന്യായപ്രമാണം എന്തിന്? നിങ്ങൾ ഈ ന്യായപ്രമാണം നടക്കുന്ന ന്യായപ്രമാണം എന്തിന്? അത് വാഗ്ദത്ത സന്തതി വരുവോളം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. അമ്മേ, നിങ്ങൾ അതിനെ മെയിൻ കോഴ്സായിട്ട് പിടിച്ചോണ്ടിരിക്കല്ലേ? മെയിൻ കോഴ്സ് വരികയാ പുതിയ നിയമം. ഇനി അതിന്റെ ലാസ്റ്റ് ഭാഗം കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയുക, പുതിയ നിയമത്തിന്റെ മർമ്മം എന്താന്ന് പറയാ. നിങ്ങൾ പരിച്ഛേദനത്തിന് വേണ്ടി വാദിക്കുന്നു, എന്നാൽ പരിച്ഛേദനവും അല്ല. പുതിയ നിയമത്തിന്റെ മർമ്മം പറയാൻ പോവാ. അദ്ദേഹം പറയുക, എന്നാൽ പരിച്ഛേദനവും അല്ല, അഗ്രചർമ്മവും അല്ല, ദൈവപുത്രൻ വെളിപ്പെടുകയത്രേ പ്രാധാന്യം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആര് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു? ആരന്വേഷിക്കുന്നു? പരിച്ഛേദനവും അല്ല, അഗ്രചർമ്മവും അല്ല, പുതിയ സൃഷ്ടി, ദൈവപുത്രൻ വെളിപ്പെടുക. ഇതാണ് പ്രാധാന്യം. ഇതാണ് പുതിയ നിയമത്തിന്റെ പർപ്പസ്, കാതൽ. ദ കോർ ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഓർ ദ കോർ ഓഫ് ദ ബൈബിൾ. ആമേൻ. ഹല്ലേലൂയ. വായിച്ചേ ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തില് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിച്ഛേദനയല്ല. അതെ, പഴയ നിയമത്തിലെ നിയമങ്ങളാണ് ഈ പരിച്ഛേദനമൊക്കെ. നിങ്ങൾ അതും പറഞ്ഞുകൊണ്ട് കിടന്ന് തർക്കിക്കല്ലേ. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവും അല്ല, പരിച്ഛേദനം നടത്താതിരുന്നത് കൊണ്ടും അല്ല. നിങ്ങൾ പരിച്ഛേദനം നടത്താതെ നീ കർത്താവ് യേശുവിനെ വിശ്വസിക്കുന്നവന് പഴയ ന്യായപ്രമാണങ്ങൾ ഒന്നും പാലിക്കാതെ എല്ലാ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയുമാണ്. അതുമല്ല കാര്യം. അതുകൊണ്ട് അത് വേണ്ടെന്നല്ല, അതുമല്ല കാര്യം. പക്ഷേ നീ ഒരു പുതിയ സൃഷ്ടിയായി വെളിപ്പെടുക, ദൈവപുത്രനായി വെളിപ്പെടുക എന്നുള്ളതാ കാര്യം. പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഗ്ലോറി. നിങ്ങൾ വേറെ ഒന്നും മനസ്സിലാക്കി ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ബൈബിൾ മൊത്തം മനസ്സിലാക്കിയത് തുല്യമായി. എന്റെ ലക്ഷ്യം, പർപ്പസ്. ഹല്ലേലൂയ. ഗ്ലോറി. നിങ്ങളുടെ ബൈബിളിൽ അത് അണ്ടർലൈൻ ചെയ്യാം. ആ പുതിയ സൃഷ്ടി എന്നുള്ളത് റൗണ്ടിലിടുക. മനസ്സിലായോ? നിങ്ങൾ പേന കൊണ്ട് ഒരു റൗണ്ടിലിടുക. ആമേൻ. അതാണ് കാര്യം. പുതിയ സൃഷ്ടിയാകുന്നത് അത്രേ കാര്യം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടി. ബി എ ന്യൂ ക്രിയേച്ചർ. പുതിയ സൃഷ്ടി, ദൈവപുത്രൻ. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ ധ്യാനിക്കുക. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമം പാപങ്ങളെ തടയുകയാണെങ്കിൽ പുതിയ നിയമം ദൈവപുത്രന്മാരെ മാനിഫെസ്റ്റ് ചെയ്യുക. രണ്ട് ലക്ഷ്യങ്ങളാണ്. രണ്ട് ലക്ഷ്യങ്ങളാണ്. നമുക്ക് ഈ ലക്ഷ്യം അറിയാതെ നമ്മൾ പഴയ നിയമത്തിൽ കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് ഉരുളുകയാണ്. പിന്നെ നമ്മളുടെ ചിന്തയെന്ന് പറയുന്നത് കുറച്ച് പരിശുദ്ധാത്മ ശക്തി കൊണ്ട് കുറച്ച് ഭൂതങ്ങൾ പോകുന്നതും കുറച്ച് രോഗി സൗഖ്യമാകുന്നതും ഇതൊക്കെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി റോങ്.
അതൊക്കെ ക്രിസ്തീയത്തിന്റെ ഉള്ളിലുണ്ട്. ലക്ഷ്യം എന്ന് പറയുന്നത് സൺസ് ഓഫ് ഗോഡ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. ഇതിലത്ര സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തുകൊണ്ടിരിക്കുന്നത്. റോമലേഖനം 8:19 പറയുകയാണ്, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുക. അങ്ങനെയല്ലേ? അത് ഭാഗം തന്നെയല്ലേ? 8:19 അല്ലേ? വായിച്ചേ. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പ്രിയരെ, ഈ അത്ഭുതങ്ങൾ ചെയ്തവരും അടയാളങ്ങൾ ചെയ്തവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ തള്ളപ്പെട്ടു പോയി. അവർ പരിശുദ്ധാത്മാ ശക്തി അനുഭവിച്ചവരായിരിക്കോ? അല്ല, നമ്മളിപ്പോ നമ്മളെ തന്നെ ശോധന ചെയ്യാൻ വേണ്ടി പറയണേ. ഈ വ്യക്തികൾ, ഈ അത്ഭുതങ്ങൾ ചെയ്തവരും അടയാളങ്ങൾ ചെയ്തവരും പ്രവചിച്ചവരും രോഗികളെ സൗഖ്യമാക്കിയവരൊക്കെ പരിശുദ്ധാത്മ ശക്തി അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവും. കാരണം അവരാര് വഴി അതൊക്കെ പുറത്താക്കണേ? ഭൂതങ്ങളെ പുറത്താക്കുന്നേ എല്ലാം ദൈവത്തിന്റെ ശക്തി വഴിയാ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ കർത്താവ് ഇവരോടൊക്കെ പറഞ്ഞത് എന്താ? ആരാ സ്വർഗരാജ്യാവകാശമാക്കെന്ന് പറഞ്ഞേ? ദൈവിഷ്ടം ചെയ്യുന്നു. എന്താ ദൈവിഷ്ടം? പുതിയ സൃഷ്ടിയായി വെളിപ്പെടുക, ദൈവാനുരൂപമായ സൃഷ്ടിയായി വെളിപ്പെടുക. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായി. കാരണം ഞാൻ നോക്കുന്നത് എന്റെ സ്വഭാവത്തിലുള്ള മക്കളെയാ. അതിനുള്ള എല്ലാ പരിപാടിയും ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അതിനുള്ള എല്ലാ പരിപാടിയും ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സൺസ് ഓഫ് ഗോഡ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിലെ പ്രവർത്തനം മൂലം, പ്രവൃത്തിയിലൂടെ കർത്താവ് ആദ്യം തന്നെ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നത് പാപത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് അങ്ങ് എടുത്തു കളയാൻ വേണ്ടിയുള്ള പരിപാടി അങ്ങ് ചെയ്തു. പാപത്തിന്റെ ശമ്പളം എന്താ? മരണം. നമ്മൾ യേശുവിനെ സ്വീകരിച്ച ആ നിമിഷം തന്നെ നമ്മളെ മരണത്തിൽ നിന്ന് വെടിവെച്ചു. നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ചു, മരണത്തിൽ നിന്ന് വെടിവെച്ചു. മനസ്സിലാവുന്നുണ്ടോ? മരണത്തിൽ നിന്ന് വെടിവെച്ചു. തുടർന്ന് അടുത്ത സെക്ഷൻ ചെയ്യുന്നത് ഈ പാപത്തിന്റെ റൂട്ട് ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിലുണ്ട്, സ്വഭാവം, അതിൽ നമ്മളെ വിടുവിക്കുക. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. ഒരു വളരെ ചൊറിയുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ വളരെ വൃത്തികേടായിട്ടിരിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം 2 സ്റ്റെപ്പുകൾ എടുത്തു. അദ്ദേഹം എടുത്ത 2 സ്റ്റെപ്പുകൾ, ഒന്ന്, ചൊറി കൊണ്ട് വൃത്തികേടായിരിക്കുന്ന ഈ ബോഡിയെ ഉടനെ ഹീൽ ചെയ്യണം. ഉടനെ അദ്ദേഹം ഒരു ലോഷൻ കൊടുത്തു. ആ ലോഷൻ അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ 2-ാം ദിവസമായപ്പോൾ, ആദ്യ ദിവസം പുരട്ടി കിടന്നു, പിറ്റേ ദിവസം നേരം വെളുത്ത് നോക്കിയപ്പോൾ ശരീരത്തിലെ ചൊറിയൊക്കെ അങ്ങ് അടർന്ന് പോയി, ബോഡി നന്നാകാനായിട്ട് ആരംഭിച്ചു. വളരെ ഷോർട്ട് പീരീഡ്, ഒരു 24 hours തന്നെ ശരീരമൊക്കെ ബ്യൂട്ടിഫുൾ ആയി. പക്ഷേ ഈ ചൊറി വരാനുള്ള കാര്യം ശരീരത്തിന്റെ സ്കിന്നിന്റെ പ്രശ്നമല്ല, ഇതിന്റെ അകത്തെന്നാ ചൊറി വന്നുകൊണ്ടിരുന്നത്. ശരീരത്തിന്റെ അകത്തെന്ന്. ഈ വൈദ്യം ബുദ്ധിയുള്ളതായതുകൊണ്ട് പുറത്ത് പാറ്റാനുള്ള ലോഷൻ മാത്രമല്ല കൊടുത്തത്, ദിവസവും അകത്ത് കഴിക്കാനുള്ള മരുന്നും കൂടെ, ഗുളികയും കൂടെ കൊടുത്തു. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പ്രവർത്തനം ഇതുപോലെ തന്നെയാണ്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ യേശുവിനെ ഏറ്റുപറഞ്ഞപ്പോൾ കഴിഞ്ഞകാല പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിച്ചെങ്കിലും പാപം ചെയ്യാനുള്ള ശക്തി, സ്വഭാവമൊക്കെ എവിടെ കിടക്കുക? നമ്മുടെ അകത്ത് തന്നെ കിടക്കുക. ഇത് അവിടെ കിടന്നാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? പാപം ചെയ്യും. നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകും. പാപത്തിന് നമ്മളെ മരണത്തിലേക്ക് വീണ്ടും പോകും. മനസ്സിലായോ?
അപ്പോ അകത്തുള്ള പുറത്തുള്ള പ്രശ്നത്തിന് താൻ ഇമ്മീഡിയറ്റ് പരിഹാരം കണ്ടു. അകത്തുള്ള പ്രശ്നത്തിന് അതിനെ സൗഖ്യമാക്കുവാൻ നമ്മുടെ അകത്ത് തന്നു പരിശുദ്ധാത്മാവിനെ. മനസ്സിലായോ? നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നു. ദിവസവും കഴിക്കാൻ ദൈവവചനം എന്ന ഗുളിയെ തന്നു. അന്നൊന്നു വേണ്ട ആഹാരം. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ഇനി അകത്ത് വന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ സഹകരണത്തോടെ അകത്ത് പുതിയ സൃഷ്ടിയായ ആ മനുഷ്യനെ, ദൈവപുത്രനെ ലോകത്തിലേക്ക് വെളിപ്പെടുത്തുക എന്നുള്ളത്. ആമേൻ. പക്ഷെ അത് വെളിപ്പെടുത്തുവാൻ സമ്മതിക്കാതെ നമ്മളുടെ പാപ സ്വഭാവം അകത്ത് കിടക്കുകയാണ്. ഈ പാപ സ്വഭാവം മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ അകത്തുനിന്ന് ദൈവപുത്രൻ പ്രത്യക്ഷനാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ പഴയ നേച്ചർ തന്നെയാ പ്രത്യക്ഷപ്പെടുക. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ഓരോരുത്തരും സഭ മാറുന്നുണ്ട്, മതം മാറുന്നുണ്ട്, പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ദൈവപുത്രൻ പ്രത്യക്ഷനാകുന്നത് വളരെ ചുരുക്കം. ആമേൻ. ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പിൽ മാറി. നേരത്തെ ആ ഗ്രൂപ്പായിരുന്നു, ഇന്ന് ഞാനൊരു ഇന്റർനാഷണൽ ഗ്രൂപ്പിലാണ്. നാളെ ചിലപ്പോ വേറൊരു ഗ്രൂപ്പിലേക്കാകാം. അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ മാറുന്നതല്ലാതെ മനുഷ്യന്റെ അകത്തുനിന്ന് ദൈവപുത്രൻ പ്രത്യക്ഷനാപ്പെടുന്നില്ല. സകല സൃഷ്ടികളും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും പുത്രനും എല്ലാം കാത്തിരിക്കുന്നത് നമ്മുടെ ദൈവപുത്രന്മാർ പ്രത്യക്ഷനാകപ്പെടാനാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രിയരെ, ഇനി ഇതിന്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാം. സ്ട്രക്ചറൽ ഡിഫറൻസ് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറേയും കൂടി നന്നായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. കാരണം ഇന്ന് ലോകം, ഞാൻ ഇവിടെ ഇരിക്കുമ്പോ പലപ്പോഴും പലരെയും ന്യായം വിധിക്കുന്ന ഒരു ചിത്രം പെട്ടെന്ന് കടന്നു വന്നു. ഇവര് ന്യായം വിധിക്കാൻ ചേർത്ത് അവിടെ ചെല്ലുമ്പോൾ ഇവർ പറഞ്ഞത് ഇതാണ്: അയ്യോ കർത്താവേ, ഞാനത് കേട്ടില്ലായിരുന്നല്ലോ. അപ്പൊ കർത്താവ് തിരിച്ചു പറയുന്ന രംഗം എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചത് എങ്ങനെയാണ്? മോനെ, മോളെ, നിനക്ക് വേണ്ടി അത് പറയാൻ എത്ര പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചെന്നറിയാമോ? എന്നിട്ട് നീ വരാഞ്ഞിട്ട് പിന്നെ അവസാനം ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന മണിക്കൂർ ഞാനത് പറഞ്ഞു. അന്ന് നീ പല പല തിരക്കുകളും പറഞ്ഞ് നീ വരാതിരുന്നു. പല പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു, പക്ഷെ നിന്നെ കണ്ടില്ല. പറയാൻ നിന്നെ ഒന്ന് കിട്ടണ്ടേ? ഞാൻ എത്ര പറഞ്ഞാലും നിനക്കിത് തലേ കയറത്തില്ല. എന്നാൽ ഇത് തലേ കയറുന്ന ചിലരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചു. അവര് വഴി നിന്നോട് പറയുവാൻ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിന്നെ കിട്ടണ്ടേ? മനസ്സിലായോ? ഇപ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങളിവിടെ വന്നതുകൊണ്ടല്ലേ ഇതകത്ത് കയറിയത്. ഇപ്പൊ നിങ്ങൾ തിരക്ക് പറഞ്ഞായിരുന്നെങ്കിലോ കയറുമായിരുന്നല്ലോ. ഇതൊന്നും അകത്ത് കയറത്തില്ല. അവസാനം യേശുവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു മറ്റവരോട് പറഞ്ഞ പോലെ തന്നെ പറയും: എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരൊന്നുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്ന ഔട്ട്. ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് കർത്താവെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ യേശു റിപ്ലൈ കൊടുക്കുന്നുണ്ടോ? അപ്പൊ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് മനുഷ്യരെന്ത് ചെയ്യും? വാദിക്കാൻ ശ്രമിക്കും. യേശു എന്ത് ചെയ്യും? തിരിച്ചവരോട് സംസാരിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, ശരീരത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയറായ ആലോചനകൾ പറഞ്ഞു തരുന്നു. ദൈവത്തിന് എത്ര നന്ദി പറയണമെന്നറിയോ? ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തെ പ്രസാദപ്പെടുത്തി ഒരു ദൈവപുത്രനായി വെളിപ്പെടാൻ വേണ്ടി ജീവിക്കുക. ഒറ്റ ലക്ഷ്യം. ആമേൻ. മറ്റുള്ളതെല്ലാം ചുറ്റിലുള്ളതെല്ലാം കാണുന്ന അതിന് തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഉപയോഗിക്കുകയാണ്. അവര് നമ്മോട് ദേഷ്യപ്പെട്ടോ? നോ പ്രോബ്ലം. എന്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ ഒന്ന് വെളിപ്പെടുവാനാണ് ആ ദേഷ്യം സംഭവിച്ചത്. അവരെന്നോട് ദേഷ്യപ്പെടുമ്പോൾ എന്റെ ദേഷ്യം വെളിപ്പെടും. എന്റെ ദേഷ്യം വെളിപ്പെടുമ്പോൾ ദൈവവചനം എന്ന കത്തി കൊണ്ട് ഒറ്റക്കാട്ട് പരിശുദ്ധാത്മാകത്തുണ്ട് കൊല്ലാൻ. ഏമേ. ഹല്ലേലൂയ. അപ്പൊ സാഹചര്യങ്ങളെല്ലാം എന്റെ ചുറ്റിൽ വരുന്ന ഇതിനു വേണ്ടിയാ. ഏമേ. അപ്പൊ സാഹചര്യങ്ങളെ കണ്ട് പാനിക് ആകേണ്ട ആവശ്യമില്ല. ലോകത്തിൽ നിന്ന് ഒന്നും ലോകത്തിൽ നിന്ന് എടുക്കരുത്, ദൈവത്തിൽ നിന്ന് എടുക്കുക. ദൈവത്തിൽ നിന്ന് എടുക്കുക, കൊടുക്കുക. ആമേൻ. ഹല്ലേലൂയ.
വൈകിട്ട് നാളത്തെ പ്രിപ്പറേഷൻ ഡോമോൻ പ്രസംഗം പ്രിപ്പയർ ചെയ്താൽ എന്നോട് ഒന്ന് ചൊല്ലി പറഞ്ഞു കേൾപ്പിക്കും. അപ്പോ ഞാൻ കൊടുത്തൊരു സജക്ഷൻ ഇതാ, കർത്താവ് എനിക്ക് തന്നൊരു സജക്ഷൻ. ഞാൻ ഒരിക്കൽ നോർത്ത് ഇന്ത്യയിലേക്ക് മീറ്റിങ്ങിന് പോവുക. ആ മീറ്റിങ്ങിന് പോകാൻ നേരത്തെ കർത്താവ് എന്നോട് പറഞ്ഞൊരു സജക്ഷൻ ഉണ്ട്. ആദ്യത്തെ നാളുകളിൽ ഞങ്ങളിപ്പോഴും മെസ്സേജ് കൊടുക്കുന്ന വ്യക്തികൾ, ഞങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, എന്റെ കാര്യം ഞാൻ പറയാം, ജനത്തെ ഒന്ന് ഇംപ്രസ് ചെയ്യുവാൻ നോക്കും. നമ്മൾ പലപ്പോഴും ലോകത്തിലെ സ്റ്റൈൽ അങ്ങനെയല്ലേ, നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്നൊരു പാട്ട് പാടി നമ്മൾ ഇറങ്ങി വരുമ്പോൾ എന്ത് കേൾക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നേ? ജനം ഇംപ്രസ് ചെയ്യപ്പെട്ട് ജനം ഒന്ന് പറയണം, നന്നായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു കേട്ടോ. അതോടുകൂടി നമ്മൾ സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? ഇനി ഒരാളൊന്നും പറയാ കൊള്ളത്തിലായിരുന്നു പറഞ്ഞാലോ, നമ്മൾ അന്നത്തെ കാറ്റ് മുഴുവൻ പോയി. പിന്നെ ഒരു മാസത്തേക്ക് ഒന്ന് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ കുറെ പണിയാ, ഇല്ലേ? അപ്പോ നമ്മളുടെ ഉന്മേഷവും നമ്മളുടെ തളർച്ചയും ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ലോകത്തിലെ ജനത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന. അവർക്ക് നമ്മൾ ഉണർത്തണം, തളർത്തണമെങ്കിൽ തളർത്താം. നമ്മൾ എങ്ങനെ ജീവിക്കുന്നവരാ? കാഴ്ചയാൽ ജീവിക്കുന്നവർ. ലോകത്തിൽ നിന്ന് മേടിച്ച് നമ്മൾ ജീവിക്കുന്നു. തെറ്റ്. കർത്താവ് അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം പ്രസംഗകർ പല 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 കാര്യങ്ങൾ ചെയ്യും ജനത്തെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ. അതാ പറഞ്ഞു, ഡോണ്ട് ട്രൈ ടു ഇംപ്രസ് പീപ്പിൾ. ജനത്തെ, ഈ പാപം നിറഞ്ഞ ജനത്തെ, പാപ ശരീരത്തിൽ വസിക്കുന്ന ഈ ജനത്തെ ഇംപ്രസ് ചെയ്യുവാൻ നോക്കരുത്. പകരം ഇംപ്രസ് ഗാഡ്. ആമേൻ. ജനത്തെ ഇംപ്രസ് ചെയ്യരുത്, ദൈവത്തെ ഇംപ്രസ് ചെയ്യുക. ദൈവത്തിന്റെ ആലോചന ജനത്തോട് പറയുക, ജനത്തിന്റെ ആലോചന സ്വീകരിക്കാതിരിക്കുക. ജനത്തിന്റെ ഇഷ്ടം ജനത്തോട് പറഞ്ഞാൽ ജനം ഇംപ്രസ് ചെയ്യപ്പെടും. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം നീ ഇമ്പോർട്ട് മാത്രം ചെയ്താൽ മതി. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം റിസീവ് ചെയ്യുക, ലോകത്ത് കൊടുക്കുക. ലോകത്ത് ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു മനസ്സിലാക്കി, മോനെ ഒരിക്കലും ലോകത്തുനിന്ന് സ്വീകരിക്കണ്ട, ദൈവത്തിന് സ്വീകരിക്കുക, ലോകത്തിന് കൊടുക്കുക. ഉപ്പിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. ഉപ്പ് കറിയിൽ നിന്നൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കത്തില്ല, പകരം എന്ത് ചെയ്യത്തുള്ളൂ? കറിക്ക് കൊടുക്കത്തേ ഉള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറിക്ക് കൊടുക്കത്തേ ഉള്ളൂ. ഉപ്പ് അങ്ങോട്ട് കഴിച്ചു കൊടുക്കത്തുള്ളൂ, ഒന്നും ഇങ്ങോട്ട് സ്വീകരിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തു നിന്നൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കേണ്ട, കൊടുത്താൽ മതി ലോകത്തിലേക്ക്. ആമേൻ. ഞാൻ ഒരു നെറ്റ് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ വല്ലപ്പോഴും അതിലേക്ക് നോക്കത്ത് സമയം കിട്ടാറില്ല. എപ്പോ നോക്കിയാലും ഫേസ്ബുക്കിൽ നിന്നൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കത്തില്ല. ആമേൻ. അങ്ങോട്ടേ കൊടുക്കത്തേ ഉള്ളൂ. ആമേൻ. അത് ഇങ്ങോട്ട് എഫക്ട് ചെയ്യണം. ഞാൻ കണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇടപെടുന്നവർ മുഴുവൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ദേ ആർ ഡെമോൺസ്ട്രേറ്റിംഗ് ദം. അവരെ ഒന്ന് ലോകത്തിലേക്ക് കാണിക്കുകയാണ്. അതിന്റെ തോട്ട്സ് ബിഹൈൻഡ് ദാറ്റ്, അതിന്റെ ചിന്ത, അതിന്റെ പുറകിലുള്ളവർ അവരെ ഒന്ന് ലോകത്തിലേക്ക് കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതും ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതും അവിടെ പോയതും ഇവിടെ പോയതും അങ്ങനെ അവരെ അങ്ങ് കാണിക്കുക. പക്ഷെ നമുക്ക് ആരെയാണ് കാണിക്കേണ്ടതെന്നറിയാമോ? നമ്മളെയല്ല, നമ്മുടെ അരുമ കാന്തനെ, കാന്തന്റെ ആഗ്രഹങ്ങളെ, കാന്തന്റെ ഇഷ്ടങ്ങളെ ലോകത്തിലേക്ക് പ്രദർശിപ്പിക്കണം. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? നമ്മള്
ഈ ലോകത്തിലാണെങ്കിലും നമ്മൾ ആരല്ല? ലോകക്കാരല്ല. മനസ്സിലാവുന്ന? പിന്നെ എങ്ങനെ നമ്മൾ ലോകക്കാരെ പോലെ ജീവിക്കുന്നത്? ലോകക്കാർ ലോകത്തിൽ നിന്ന് എടുക്കുന്നു, ലോകത്തിന് കൊടുക്കുന്നു, ലോകത്തിന് എടുക്കുന്നു, ലോകത്തിന് കൊടുക്കുന്നു, ലോകത്തിന് എടുക്കുന്നു, ലോകത്തിന് കൊടുക്കുന്നു. നമ്മൾ ഉയരത്തിൽ നിന്ന് എടുക്കുന്നു, ലോകത്തിന് കൊടുക്കുന്നു. ഹല്ലേലൂയ. ടോട്ടലി ഡിഫറൻസ്. ഒരു ദിവസം പണ്ടിങ്ങനെ പറയുണ്ടായി, താമര ചെളിയുള്ള വെള്ളത്തിലാണ് നിൽക്കണതെങ്കിലും താമരയുടെ ഉള്ളിൽ എന്തില്ല? യാതൊരു ചെളിയും ഇല്ല. പക്ഷെ അത് നിൽക്കണ ചെളിയുള്ള വെള്ളത്തില, ഒരു ചെളി അതിൻ്റെ ഉള്ളിലില്ല. ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഈ ലോകത്ത് നിൽക്കുമ്പോൾ. ചെളിയിലുള്ള സ്ഥലത്താണ് നിൽക്കണേ, പക്ഷെ നമുക്കൊരു ചെളിയും ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ കർത്താവ് ശിഷ്യന്മാർ മുഴുവനും കഴുകിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറയുന്നറിയാമോ? ശിഷ്യന്മാര് എന്നാ പിന്നെ നീ കാല് കഴുകാൻ വന്നപ്പോ പത്രോസ് സമ്മതിച്ചില്ല. ശിഷ്യന്മാരിൽ ആരോ ഒരാൾ സമ്മതിച്ചില്ല. അപ്പോ ഞാൻ നിന്റെ കാല് കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ ഓഹരിയില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ കാലല്ല അങ്ങ് മുഴുവനും കൂടെ കഴുകിക്കൊള്ളാൻ പറഞ്ഞു. ആ കർത്താവ് ഉടനെ ഒരു കാര്യം പറഞ്ഞുണ്ട്, ഈ ലോകത്ത് നടക്കുന്നവന് കാല് മാത്രം കഴുകിയത് മതി. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും ഒരുപക്ഷേ നമ്മുടെ കാലില് നാം അറിയാതെ നടക്കുമ്പോൾ ചെളികൾ പറ്റിയാലും കഴുകുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ അരുമകാൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. പക്ഷേ ഇതൊരു ലൈസൻസ് ആയിട്ട് എടുക്കാതെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, എഫെസ്യ ലേഖനം 6 അധ്യായത്തില് സുവിശേഷം കൊണ്ടുള്ള ഒരുക്കം പാദത്തിന് ചെരുപ്പായിരിക്കണം. ആമേൻ. ആ സുവിശേഷത്തിനായുള്ള ഒരുക്കം എന്നാണ്. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്സ്. സുവിശേഷം കൊണ്ടുള്ള ഒരുക്കം നമ്മളുടെ കാലിന് ചെരുപ്പാക്കിയാൽ നമ്മൾ മറ്റുള്ളവരുടെ സുവിശേഷം പറയും, അതൊരു കാര്യം. പിന്നെ സുവിശേഷം കൊണ്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയാൽ ഈ ചെരുപ്പിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടം വരെയും വന്നു, നിങ്ങളുടെ കാല് എവിടെയെങ്കിലും ഈ മണ്ണിൽ മുട്ടാൻ നിങ്ങൾ സമ്മതിച്ചോ? ആ ചെരുപ്പ് സമ്മതിച്ചോ? സമ്മതിച്ചില്ല. മനസ്സിലായോ? ഇതേപോലെ തന്നെ സുവിശേഷം കൊണ്ടുള്ള ഒരുക്കം നമ്മുടെ കാലിനൊരു ചെരുപ്പാണെങ്കിൽ നമ്മൾ എവിടെ നടന്നാലും എങ്ങനെ നടക്കൂ? ഭൂമിയിലാണ് നടക്കുന്നത്, പക്ഷെ ഭൂമി നമ്മൾ തൊടുവോ? മണ്ണിലാണ് നടക്കുന്നത്, പക്ഷെ നമ്മൾ എങ്ങനെയാ നടക്കുന്നേ? നമ്മളും ഈ ഭൂമിയും തമ്മിൽ ചെരുപ്പ് നമ്മളെ സെപ്പറേറ്റ് ചെയ്തു. ഇതേപോലെ സുവിശേഷം കൊണ്ടുള്ള ഒരുക്കം നമ്മളെ ഈ ലോകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട് ഇടയാക്കാം. മനസ്സിലായോ? ആമേൻ. അത് ട്രാൻസ്ലേഷനിൽ സുവിശേഷത്തിനായുള്ള ഒരുക്കം എന്നാണ്, പക്ഷെ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാൻ നന്നായിരിക്കും, സുവിശേഷം കൊണ്ടുള്ള ഒരുക്കം. ആമേൻ. യേശുവിന്റെ വചനങ്ങൾ കൊണ്ട് നമ്മൾ ഒരുങ്ങിയാൽ നമ്മൾ സുവിശേഷവും പറയും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അപ്പോ അത് നമ്മളെ ലോകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട് ഇടയാകും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പ്രിയരെ, ഒരു മേജർ ഡിഫറൻസ് പഴയ നിയമം പുതിയ നിയമം നിങ്ങൾ കണ്ടു. പഴയ നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാപങ്ങളെ തടയുക, പ്രിവെന്റ് സിൻ. ആമേൻ. എപ്പോ വരെ? ദ മെയിൻ കോഴ്സ് വരുന്നത് വരെ, വാഗ്ദത്ത സന്തതി വരുവോളം. ആമേൻ. എന്തേ അതുവരെ പാപത്തെ തടഞ്ഞാൽ മതിയോ? മതിയല്ലോ. വാഗ്ദത്ത സന്തതി വന്നു കഴിഞ്ഞാൽ മെയിൻ കോഴ്സിലേക്ക് കടക്കുകയായി. മെയിൻ കോഴ്സിലേക്ക് കടന്നാൽ ദൈവപുത്രന്മാർ വെളിപ്പെടും. ദൈവപുത്രന്മാർ വെളിപ്പെടുവാൻ പാപത്തെ മൊത്തമായി അങ്ങ് ക്ഷമിച്ചു തരികയാണ്. ആമേൻ. പിന്നെ എന്റെ അകത്തുള്ള സ്വഭാവത്തെ, ആ റൂട്ടിനെ എടുത്തു കളയാൻ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അങ്ങനെ ശുശ്രൂഷ ആരംഭിച്ചാൽ ദൈവപുത്രന്മാർ പ്രത്യക്ഷനാകും. ദൈവത്തിന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുവാൻ അവന് കഴിയില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു. ആമേൻ. അത് കൂടുതലായിട്ട് മനസ്സിലാക്കി സ്ട്രക്ചറൽ ഡിഫറൻസ്, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡിയുടെ സ്ട്രക്ചറൽ ഡിഫറൻസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്കത് ആഴത്തിൽ മനസ്സിലാകത്തുള്ളൂ. ദൈവം അനുവദിക്കുന്നതിൽ വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഡിഫറൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ടിടയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധ്യാനിക്കേണ്ടത്
the purpose of the Old Testament and the purpose of the New Testament. Amen. Hallelujah. Old Testament ഒരിക്കലും പുതിയ നിയമത്തെ നിർവീര്യമാക്കുന്നില്ല. ആ ലക്ഷ്യം, ദൈവത്തിന്റെ ലക്ഷ്യം മാറുന്നില്ല. ഇതിന്റെ ഇടയിൽ വെച്ച് ഒന്ന് കൂട്ടിച്ചേർത്താണെന്ന് മാത്രം. Amen. അപ്പോൾ പ്രിയ ദൈവത്തിനെ മറക്കരുത്, നമ്മൾ എന്തായി തീരണം? ദൈവപുത്രന്മാരായി വെളിപ്പെടണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഗ്ലോറി. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഈ ഇഷ്ടം, ദൈവത്തിന്റെ ഈ ആഗ്രഹം നിവർത്തിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഈ ആഗ്രഹം നിവർത്തിക്കപ്പെടുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. മഹത്വമേറിയ വെളിപ്പാടുകൾ കർത്താവ് നമുക്ക് തരുന്നു. ആ വലിയ ദൈവിക ദർശനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ എന്നെ അങ്ങ് സഹായിക്കണമേ. ദൈവപുത്രനായി വെളിപ്പെടുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. കർത്താവേ, ഈ ലോകം എന്നെ ഒരു മതക്കാരനാക്കി മാറ്റി. ഞാൻ ഇന്ന സമൂഹത്തിലെ അംഗമാണ്, ഞാൻ ഇന്ന സമൂഹത്തിലെ അംഗമാണ്, ഞാൻ ഇന്ന സമൂഹത്തിലെ അംഗമാണ്. അവരാരും അങ്ങയുടെ ഇഷ്ടം എന്നോട് പറയുന്നില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം, എന്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഇത് എന്നോട് സംസാരിക്കുന്നു. കർത്താവേ, ഇന്ന് ലോകത്തെ നോക്കാതെ ലോകത്തിന് അങ്ങിൽ നിന്ന് പ്രാപിച്ച കൊടുക്കുന്നത് അതിനായി തീരുവാൻ, ആ ഉപ്പ് കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് പോലെ ഈ ഭൂമിക്ക് ഒരു ഉപ്പായി ഞാൻ തീരുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. നാഥാ, അതിനായി എന്നെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഈ ലോകത്തിൽ നിന്ന് പ്രാപിച്ച് കിട്ടുന്നതിന് അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് പ്രാപിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ അങ്ങേ ശപിച്ച് പോകുന്ന ഒരു ആവറേജ് ക്രിസ്ത്യാനിയായി ഞാൻ തീരാതെ, കർത്താവേ, അങ്ങയുടെ പർപ്പസ് പദ്ധതികൾ എന്റെ ജീവിതത്തിലും എന്റെ ഭാര്യയുടെയും ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും എന്റെ ചുറ്റുപാടുള്ളവരുടെയും ജീവിതത്തിൽ മനസ്സിലാക്കി ബുദ്ധിയുള്ളവളായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഇന്ന് എനിക്ക് അങ്ങ് തന്നത് അടിസ്ഥാനമാണ്. അടിസ്ഥാനം ഇല്ല എങ്കിൽ ആരും വീഴുമെന്ന് ഞങ്ങളുടെ വചനം പറയുന്നു. ഇന്ന് അങ്ങ് തന്ന ഈ അടിസ്ഥാനത്തിന് മുകളിൽ പണിതെടുക്കുവാൻ ഞാൻ അങ്ങ് ക്ഷണിക്കുകയാണ്. കർത്താവേ, ഞാൻ മണലിന്മേൽ പണിതിരുന്നൊരു നാളുകളായിരുന്നു എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ. എന്നാൽ മണലിന്മേലല്ല, അങ്ങ് തന്ന ആ വചനം എന്ന പാറ അടിസ്ഥാനത്തിന് മേൽ പണിതെടുക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇതാ അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ശബ്ദപേദിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വലിയ സാന്നിധ്യത ജനത്തെ നിറച്ചാട്ടെ. ഞങ്ങളുടെ വചനപ്രകാരം ജനത്തെ നയിച്ചാട്ടെ.